നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. കേരളം വീണ്ടും മഴയുടെ കനത്ത പ്രഹരത്തിൽ. സംസ്ഥാനത്ത് കനത്ത മഴ അതീവ ഗുരുതര സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും ദുരന്ത ഭൂമിയായി മാറി. മധ്യ കേരളത്തിലും മലയോര മേഖലയിലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രക്ഷാപ്രവർത്തനം പല സ്ഥലങ്ങളിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുമ്പോൾ മരണസംഖ്യയും ഉയരുകയാണ്. ദുരന്തത്തിൽ വലയുമ്പോഴും കേരളീയർ ദൈവത്തോട് നന്ദി പറയുന്നത് ഇടുക്കി മണിയൻ ഭരണത്തിലില്ലാത്തതുകൊണ്ടാണ്. -42 ഡിഗ്രിയിൽ പോലും മരവിക്കാത്ത ഡീസൽ പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സേന. എക്സ്ട്രീം വെതർ ഗ്രേഡ് ഡീസൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ അപൂർവ ശേഷിയുള്ള ഡീസൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. പലപ്പോഴും തണുപ്പ് കൂടുതലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ സൈനിക വാഹനങ്ങളും മറ്റും ഉപയോഗിക്കുക ദുഷ്കരമായിരുന്നു. ഇന്ത്യൻ സേനയും ഭാരത് പെട്രോളിയം ചേർന്നാണ് ഈ പുതിയ ഡീസൽ ഉൽപ്പന്നം വികസിപ്പിച്ചത്. -42 ഡിഗ്രി പോലെ അങ്ങേയറ്റം തണുപ്പുള്ള കാലാവസ്ഥയിൽ പോലും ഡീസൽ മെഴുകുപോലെയോ ജെൽ പോലെയോ ആകില്ല. പണ്ടൊക്കെ തണുത്ത കാലാവസ്ഥയുള്ള ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുക സൈന്യത്തിന് വെല്ലുവിളിയായിരുന്നു. കാരണം -9 ഡിഗ്രിയുള്ള തണുത്ത പ്രദേശങ്ങളിൽ പോലും ഡീസൽ മരവിച്ച് ഒരു ജെൽ പോലെ ആകുക പതിവായിരുന്നു. ഈ ഡീസലിനെതിരെ ഡൽഹിയിലെ ഒറിജിനൽ പാർട്ടി അരവിന്ദ് കെജ്രിവാൾ നാളെ മുതൽ സമരം തുടങ്ങുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US സൈന്യത്തിന് അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സൈനിക നീക്കത്തിൽ ഇസ്രായേലും പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ഇസ്രായേൽ പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരത്തിൽ മാത്രമാണ് ഒരു സ്ഥിരതയുള്ളത്. ട്രംപിന്റെ കാര്യത്തിൽ നാളെ സമാധാന കരാറുമായിട്ട് ഇത് ചെയ്യാൻ വന്നോളൂ, പേടിക്കണ്ട. കാലം മാറുമ്പോൾ കാർ മാറി ഹെലികോപ്റ്റർ എടുക്കും, അതിനെന്താണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായതിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടില്ലല്ലോ എന്നാണ് മന്ത്രി മറുപടി നൽകിയത്. പറഞ്ഞാൽ വസ്തുതാപരമായിട്ടുള്ളൊരു തെറ്റുണ്ട്. പിണറായി വിജയൻ ഹെലികോപ്റ്ററിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ വിമർശിക്കാത്തത് എപ്പോഴും അദ്ദേഹം എയറിൽ തന്നെയായിരുന്നല്ലോ. VD സതീശൻ അങ്ങനെയല്ലല്ലോ, പോക്കിയല്ലേ. PSC ക്രമക്കേടിനെതിരെ വിമർശനവുമായി CPI വാരിക. ശുപാർശയും ഒത്താശയും ഇല്ലാതെ തൊഴിൽ ലഭിക്കുന്ന ഏക സംവിധാനമായ PSCയുടെ ഉൾപ്രവർത്തനങ്ങളിൽ കാപട്യം കലരുന്നത് മഹാ അപരാധമാണെന്നാണ് വിമർശനം. കവി PK ഗോപി എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. നവയുഗം വാരികയിലാണ് PSC ക്രമക്കേടിനെതിരെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് വിമർശനം. സത്യസന്ധമായി നടക്കേണ്ട ഉദ്യോഗസ്ഥ നിയമനമാണ് നിർഭാഗ്യവശാൽ സംശയത്തിന്റെ കരിനിഴലിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ലേഖനത്തിൽ പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലായി 10 വർഷത്തെ ഭരണത്തിൽ CPIയുടെ കോട്ട പിൻവാതിൽ നിയമനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. PM ശ്രീയിൽ UDF സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. PM ശ്രീയുടെ ലക്ഷ്യം കാവ്യവത്കരണമാണെന്നതുകൊണ്ടാണ് LDF അതിനെ എതിർത്തത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും PM ശ്രീ നടപ്പാക്കണമെന്ന് എന്താണ് ഇത്ര വാശി? മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നിലപാട് മാറ്റത്തിന്റെ കാരണം വിശദീകരിക്കണമെന്നും പിണറായി പറഞ്ഞു. PM ശ്രീയിൽ LDFനെ എതിർത്ത് UDF അധികാരത്തിലെത്തിയപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാനില്ലെന്ന ധീരമായ നിലപാടായിരുന്നു എടുക്കേണ്ടത്. അല്ലാതെ LDF MOU ഒപ്പിട്ടു എന്നതിന്റെ മറവിൽ പദ്ധതി നടത്തുകയല്ല വേണ്ടത്. സംഘപരിവാർ പാദസേവയിലേക്ക് മുസ്ലിം ലീഗ് അധംപതിക്കുകയാണെന്ന് അത് ലീഗ് തന്നെ ആലോചിക്കണമെന്നും പിണറായി പറഞ്ഞു. LDF അതിനെ എതിർത്തുവെന്നും പറയുന്നു, MOU ഒപ്പിട്ടു എന്നും പറയുന്നു. എന്നിട്ട് സതീശൻ ഇരട്ടത്താപ്പാണെന്നും പറയുന്നു. ഇവന്മാരെല്ലാം PM ശ്രീക്ക് പോയി ഒപ്പിടുകയും ചെയ്യും. പ്രത്യക്ഷത്തിൽ വരുമ്പോൾ ഞങ്ങൾ മോദി വിരുദ്ധരാണെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ മോദി ജി എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുകയും ചെയ്യും. ശരി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന ദില്ലി പ്രക്ഷോഭത്തിനിടെ തന്നെ അധിക്ഷേപിച്ച യുവാക്കളോട് താൻ ക്ഷമിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളെ ശിക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർക്ക് തെറ്റുകൾ തിരുത്താൻ അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്റെ അമ്മ പഞ്ചുരുളി ക്ഷമിച്ചാലും ക്ഷേത്രപാലകൻ ഗുളികൻ ക്ഷമിക്കണ്ടേ?
പെരുമഴയത്ത് റോഡ് പണി, സിമന്റ് ഒലിച്ചുപോയി. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലാണ് പണി നടക്കുന്നത്. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റിംഗ് ജോലിയാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പെരുമഴയിൽ കോൺക്രീറ്റ് ചെയ്തെന്നും ആക്ഷേപമുണ്ട്. ഒലിച്ചുപോയ കോൺക്രീറ്റ് പണി പൂർത്തിയാക്കാതെ മറ്റിടങ്ങളിലാണ് ജോലി നടക്കുന്നത്. മടക്കത്താനം മേഖലയിലാണ് കോൺക്രീറ്റിംഗ് നടക്കുന്നത്. കോൺക്രീറ്റ് മഴയിൽ ഒലിച്ചുപോയെന്നും നാട്ടുകാർ പറഞ്ഞു. ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ച നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തിയതോടെ പണിക്കാർ സ്ഥലം വിട്ടു. കോൺഗ്രസ്സുകാർ ഇത്തരം പണി ചെയ്യില്ല എന്നല്ല, പക്ഷേ ഇത്തരം പണി എനിക്ക് തോന്നുന്നു മുഹമ്മദ് റിയാസ് മന്ത്രിസ്ഥാനം പോയത് മറന്നുപോയിട്ട് ഇറങ്ങി ചെയ്തതാണെന്ന്. പുള്ളി ഇതൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാലത്ത് ഇപ്പോൾ ആരാണെന്നുള്ളതാണ് അറിയേണ്ടത്. അവർ ചെയ്യുന്നത്. സൈജു കുറുപ്പിനെ നായകനാക്കി രാജേഷ് നായർ സംവിധാനം ചെയ്യുന്ന ഹരിവരാസനം ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും മറ്റും ഇതര ലൊക്കേഷനുകളിലുമായിട്ട് പുരോഗമിക്കുകയാണ്. ഡോക്ടർ കെ അമ്പാടിയാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന റോളിൽ പ്രശസ്ത തെന്നിന്ത്യൻ താരം യോഗി ബാബു അഭിനയിക്കുന്ന വിവരം സൈജു കുറുപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് റിവീൽ ചെയ്തത്. യോഗി ബാബുവിന് മലയാളത്തിലേക്ക് സ്വാഗതം. എന്നാൽ ഹരിവരാസനം എന്നുള്ള പേര് സെക്യുലർ അല്ല എന്നുള്ളത് ഈ വാർത്തയിലൂടെ അറിയിച്ചുകൊള്ളുന്നു. മാറ്റണം. സഖാവ് ഹരിവരാസനം എന്നാക്കിയാൽ നന്നായിരിക്കും. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഭാരതത്തിന് ചരിത്ര നേട്ടം. ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര വെള്ളി മെഡൽ സ്വന്തമാക്കിയപ്പോൾ യുവതാരം യശ്വീർ സിംഗ് വെങ്കല മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോ ചരിത്രത്തിൽ 2 ഭാരത താരങ്ങൾ ഒരേ ഇനത്തിൽ മെഡൽ നേടുന്നത് ഇതാദ്യമായാണ്. രണ്ടാം ശ്രമത്തിൽ 85.83 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ ഉറപ്പിച്ചത്. ഈ സീസണിലെ തന്റെ മികച്ച പ്രകടനമാണ് ഗ്ലാസ്ഗോയിൽ നീരജ് കുറിച്ചത്. ശ്രീലങ്കയുടെ രുമേഷ് തരംഗ പാതിരാകെ 89.75 മീറ്റർ എറിഞ്ഞ് സ്വർണം നേടിയപ്പോൾ ഭാരതത്തിന്റെ യുവതാരം യശ്വീർ സിംഗ് വെങ്കലം നേടി. നീരജ് ചോപ്രയ്ക്കും യശ്വീർ സിംഗിനും അഭിനന്ദനങ്ങൾ. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.